പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നും നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം 6 ദിവസം പിന്നിടുകയാണ്. 6 ദിവസം പിന്നിടുമ്പോഴും അയവില്ലാതെ ആക്രമണങ്ങൾ തുടരുന്നു. ഇറാനെയും ലബനാനെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലും അമേരിക്കയും നടത്തിവരികയാണ്. അതിന് തിരിച്ചു മറുപടിയായി ഗൾഫ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ ഇറാന്റെ ആക്രമണങ്ങളും ശക്തമായി കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇറാന്റെ പടക്കപ്പലായ ഐറിസ് ദേന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ശ്രീലങ്കൻ തീരത്തിനടുത്ത് വെച്ച് അമേരിക്ക അവരുടെ ആണവവാഹിനി അന്തർവാഹിനി ഉപയോഗിച്ച് തകർക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് മറുപടിയായി ഇറാൻ ഇപ്പോൾ ശക്തമായി തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിലെ US-ന്റെ എണ്ണക്കപ്പൽ ഇറാൻ തകർത്തു എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. അതിനിടെയാണ് ഒരു പ്രമേയം US സെനറ്റിലെത്തിയത്. അത് ഈ യുദ്ധമുഖത്തു നിന്ന് US-ന്റെ സേന അമേരിക്കൻ സേനയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പ്രമേയമായിരുന്നു. പക്ഷേ ആ പ്രമേയം തള്ളിപ്പോവുകയാണ് ചെയ്തത്. ഇതോടുകൂടി ട്രംപിന് കുറച്ചുകൂടി ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാനുള്ള കരുത്ത് കിട്ടി എന്ന് തന്നെ പറയാം. മാത്രമല്ല, കാനഡയുൾപ്പെടെ അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി വരുന്നുണ്ട്. എങ്ങോട്ടാണ് യുദ്ധത്തിന്റെ പോക്ക് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അജിംസ, ഇതിങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഉടൻ തീരുമാനിക്കാം, അല്ലെങ്കിൽ 1 മാസം നീണ്ടേക്കാം, അതിലപ്പുറം നീണ്ടേക്കാം എന്നൊക്കെ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഈ യുദ്ധത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഈ യുദ്ധത്തിൻ്റെ ട്രാജക്ടറി ഇപ്പോഴും പറയാറായിട്ടില്ല. എങ്ങനെയാണ് പോകുന്നത്, എത്ര ദിവസം നീളും നമുക്ക് പറയാൻ കഴിയില്ല. ട്രംപിന് പറയാൻ കഴിയുന്നില്ല, പെൻറ്റഗണ് പറയാൻ കഴിയുന്നില്ല, ഇറാന് പറയാൻ കഴിയുന്നില്ല, ഇസ്രായേലിന് പറയാൻ കഴിയുന്നില്ല. പിന്നെ നമ്മളെങ്ങനെ പറയും ഇതെന്ന് തീരും? കാരണം ഇന്നലത്തെ ട്രംപിൻ്റെയും പീറ്റ് ഹെഗ്സെഗിൻ്റെയൊക്കെ റിയാക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചു. അവരും കൃത്യമായി പറയുന്നില്ല. 4 ആഴ്ച 5 ആഴ്ച എന്നൊക്കെ പറയുമ്പോഴും അത് കുറേ കൂടി നീണ്ടേക്കാം എന്നൊരു പോയിന്റ് ഇട്ടിട്ടാണ് അവരത് പറയുന്നത്. അതിന് കാരണം അവർക്കും അത് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവ്യക്തത ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 3 രാജ്യങ്ങൾക്കും ഉണ്ട്. ഇറാനുണ്ട്, ഇസ്രായേലിനുണ്ട്, അമേരിക്കയ്ക്കും ഉണ്ട്. അപ്പോൾ ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ്. അപ്പോൾ യുദ്ധം നീണ്ടുപോകാൻ മാത്രമല്ല, എന്തൊക്കെ ഓപ്ഷൻസാണ് ഈ യുദ്ധം ചെയ്യുന്ന ആളുകളുടെ മുമ്പിലുള്ളതെന്നുള്ളതാണ് യുദ്ധം എത്ര നാൾ നീളും എന്നുള്ളതിൻ്റെ ഒരു മുന്നുപാധി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ച് 4 ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ ഇപ്പോൾ ആയത്തുള്ളയെ തീർത്ത് അവിടെ ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് ഇല്ല. അപ്പോൾ ആ ലീഡർഷിപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രൈം ഒബ്ജക്റ്റീവ് ഞങ്ങൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് ഒരു 2-3 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചവർക്ക് പിന്മാറാം. അതിൽ നാണം കെടാനൊന്നുമില്ല. ഞങ്ങളൊരു കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയെയാണ് വധിച്ചത്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം തീർത്തു കഴിഞ്ഞു, ഞങ്ങളിനി പിൻവാങ്ങുമെന്ന് വേണമെങ്കിൽ പിൻവാങ്ങാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടെ ഇസ്രായേൽ തൃപ്തരാവില്ല. അവർക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് ഇറാൻ ആക്രമിക്കുന്നതിൽ. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ ഇസ്രായേലിനെ അനുസരിക്കുക, ഇസ്രായേലിനെ സഹായിക്കുക എന്നതിനപ്പുറം അമേരിക്ക അങ്ങനെ ദീർഘകാല പ്രൊജക്റ്റുകളില്ല. ഉള്ളത് പിന്നെ ട്രംപിൻ്റെ വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും മാത്രമാണ്. അപ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. സാധ്യതയില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കുറേ യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിർത്തുന്നു, ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിർത്താം. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, ഇനി അടുത്ത് വരാൻ പോകുന്ന ആയത്തുള്ള ഉണ്ടല്ലോ, ഇനി ഒരു ആയത്തുള്ള കൂടി തിരഞ്ഞെടുക്കപ്പെടും ഉടൻ തന്നെ. ഇപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് അത് കൺവീൻസ് ചെയ്യാത്തത്. അവർ മറ്റേ ഗാർഡിയൻ കൗൺസിൽ കൺവീൻസ് ചെയ്ത് ആയത്തുള്ളയെ തിരഞ്ഞെടുക്കും. അങ്ങനെ ആയത്തുള്ള വന്നിട്ട് ആ ആയത്തുള്ളയുമായിട്ടൊരു ടോക്ക് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഖാംനയുടെ സക്സറുമായിട്ട് ഞങ്ങൾ ഒരു ഡീലിന് തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ആ ഡീൽ എന്തായിരിക്കും? ആ ഡീൽ എന്ന് പറയുന്നത് ചില ഡിമാൻഡുകൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കും. ആ ഡിമാൻഡുകൾ പ്രധാനമായിട്ടും ഇറാൻ്റെ ആണവായുധം നാളെ ഉണ്ടാക്കാനുള്ള ശേഷി. അപ്പോൾ അതായത് ഫോർട്ടിഫൈഡ് യുറേനിയം അവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഒരു തരത്തിലും ആണവായുധം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും അടയ്ക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിന് ഭീഷണിയാകും വിധമുള്ള അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം അത് വെട്ടിക്കുറയ്ക്കുക, അത് അവിടെ നിന്ന് മാറ്റുക. അതായത് ഇറാനെ ഏത് സമയത്തും ഇസ്രായേലിൽ പോയി ആക്രമിക്കാവുന്ന രീതിയിൽ ഒരു സൈനിക ശക്തി കുറഞ്ഞ ഒരു രാജ്യമാക്കി നിലനിർത്തുക. അങ്ങനെ ചില ഡിമാൻഡുകൾ US-ന് വയ്ക്കാം. അങ്ങനെ ഒരു ഡിമാൻഡ് ഇറാൻ അംഗീകരിക്കുമോ, വരാൻ പോകുന്ന ആയത്തുള്ള അംഗീകരിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, അത് US-ഉം ട്രംപും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കയോസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ ഭരണകൂടത്തിനെതിരെ തിരിച്ചൊരു സിവിൽ വാറിലേക്ക് ഇറാനെ കൊണ്ടുപോവുക. അതാണ് ഏറ്റവും സാധ്യത കുറഞ്ഞതും എന്നാൽ ഡേഞ്ചറസുമായിട്ടുള്ള സിറ്റുവേഷൻ. അതായത് ഇപ്പോൾ നിലവിൽ ഇറാനിൽ ഒരു സിവിൽ വാർ രൂപപ്പെടുകയാണെന്ന് കരുതി. നമ്മൾ സിറിയയിൽ മുമ്പ് കണ്ടതുപോലെ ഒക്കെ ഒരു സിവിൽ വാർ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ സിവിൽ വാർ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. അതിൻ്റെ കാരണം, അവിടെ ഒരു സിവിൽ വാർ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നിലവിൽ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ബോർഡറുകളിൽ ചില മൈനോറിറ്റി റെബൽ ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് കുർദ് ഗ്രൂപ്പുകളുണ്ട്, അസീരി ഗ്രൂപ്പുകളുണ്ട്, പിന്നെ സുന്നി ജിഹാദികളുണ്ട്. അതായത് ബലൂച്ച് വിഘടനവാദികൾ ഉൾപ്പെടെയുള്ള സുന്നി ജിഹാദികളുണ്ട്, അറബ് വംശജർ ഉൾപ്പെടെയുള്ളവർ.
അപ്പോൾ അവരെ വെപ്പണൈസ് ചെയ്തുകൊണ്ട് അമേരിക്ക ഇപ്പോൾ കുർദ് ഫോഴ്സിന് അമേരിക്കയാണ് ട്രെയിനിങ് കൊടുക്കുന്നതും ആയുധം കൊടുക്കുന്നതും. അവർ വർഷങ്ങളായിട്ട് ഇപ്പോൾ കുർദിസ്ഥാൻ എന്ന് പറയുന്ന മേഖല, ആ മേഖല ഇറാൻ, ഇറാഖ്, സിറിയ, തുർക്കി ഈ 4 രാജ്യങ്ങളുടെ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാണ് കുർദുകൾ. അപ്പോൾ തുർക്കിയുടെ അതിർത്തിയിലാണ് ഏറ്റവും കൂടുതൽ കുർദുകളുള്ളത്. അത് കഴിഞ്ഞാൽ ഇറാഖിലാണ്, പിന്നെ ഇറാനിലാണ്, അത് കഴിഞ്ഞാൽ സിറിയയിലാണ്. അപ്പോൾ ഈ 4 രാജ്യങ്ങളിലും കുർദ് വിഘടനവാദം എന്ന് പറയുന്നത് അതിശക്തമാണ്. തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ. തുർക്കി ഇപ്പോൾ കഴിഞ്ഞ വർഷം അവരുമായി ഒരു ഡീലുണ്ടാക്കുകയും അവരെ ആയുധം താഴ്വയ്പ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാഖിൻ്റെ കുർദ് മേഖല എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് റീജിയനാണ്. സിറിയയിൽ വളരെ കുറച്ച് ജനസംഖ്യയുള്ളൂ, പക്ഷേ അവർക്കും ഒരു പെഷ്മർഗ എന്ന് മറ്റൊരു ഒരു മിലീഷ്യയുണ്ട്. പെഷ്മർഗ ഇറാഖിൻ്റേതാണ്. അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് ഈ കുർദ് വിഘടനവാദികൾ കൂട്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി തന്നെ IRGC എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുർദ് അതിർത്തിയിലേക്ക് പോവുകയും അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള എതിർപ്പിനെ മറികടക്കാൻ വേണ്ടി പ്രിയംറ്റീവ് സ്ട്രൈക്കിന് ശ്രമിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് കുർദ് നേതാക്കളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞു, നിങ്ങളിപ്പോൾ ഇറാനെ അടിക്കണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇത്തരമുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പ്, ചെറിയ ചെറിയ മൈനോറിറ്റി റിബൽ ഗ്രൂപ്പുകൾ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കയോസിലേക്ക് പോകും. മുമ്പ് ഇറാഖ് അധിനിവേശന സമയത്ത് ഇറാഖിൽ എന്താണ് സംഭവിച്ചത്, അതിനേക്കാൾ വലിയ കയോസിലേക്ക് പോകും. അതൊരിക്കലും അതിനെക്കുറിച്ചാണ് ഡെമോക്രാറ്റുകൾ ട്രംപിനെ വാൺ ചെയ്യുന്നത്. എന്താണ് പറയുക, ഒരു ന്യൂക്ലിയർ ശക്തിയായ ഇറാനേക്കാൾ അപകടകാരിയാണ് ഒരു സിവിൽ വാർ വരാൻ പോകുന്ന ഇറാൻ എന്ന് പറയുന്നത്. കാരണം അത് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരാണ്. എങ്ങനെയാണ് ISIS ഇറാഖിൽ നിന്ന് രൂപം കൊണ്ടത്, പിന്നീട് അത് സിറിയയിലേക്ക് വ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയും വലിയൊരു കയോട്ടിക് സിറ്റുവേഷനിലേക്ക് ഇറാൻ പോകും. അതൊരിക്കലും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് തന്നെ ഗുണപരമായില്ല. ഇനി മറ്റൊരു കാര്യം എന്താണ്, ഒരു എയർ ഡ്രോപ്പ് രാഷ്ട്രത്തലവൻ, അതായത് ഇപ്പോൾ ബോംബിടുകയാണല്ലോ ചെയ്യുന്നത്. അതായത് ആർമി ഇറാനിൽ ഇറങ്ങാതെ തന്നെ വിമാനത്തിലൂടെ ബോംബിട്ടിട്ട് വിമാനത്തിലൂടെ ഒരു രാഷ്ട്രത്തലവനെ ഇറാനിലേക്ക് എത്തിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് റിസ ഷാ പെഹലവി വന്നു കഴിഞ്ഞാൽ, അതായത് മുകളിൽ നിന്ന് ബോംബിടുക, എന്നിട്ടൊരു രാഷ്ട്രത്തലവനെ കൂടി അങ്ങോട്ട് എയർ ഡ്രോപ്പ് ചെയ്യുക. അതൊട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത, പലരും തള്ളിക്കളയുന്ന, ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത മറ്റൊരു പോസിബിലിറ്റിയാണ്. നടക്കില്ല എന്നല്ല, നടക്കാൻ സാധ്യത കുറവുള്ളൊരു സാധനമാണ്. അങ്ങനെ വന്നാലും ഇതൊരു പ്രശ്നമാണ്. മുകളിൽ നിന്ന് ഒരു റൂളറെ ഇറക്കി കൊടുത്താൽ അവിടുത്തെ ജനങ്ങൾ അത് സ്വീകരിക്കണമെന്നില്ല. അത് അതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇങ്ങനെയുള്ള 3-4 സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. US-ൻ്റെയും ഇസ്രായേലിൻ്റെ മുമ്പിൽ. പക്ഷേ ഇസ്രായേലിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഇസ്രായേൽ ഇന്ന് പുറത്തു വന്ന വാർത്തകൾ നോക്കുക. നേരത്തെ ടക്കർ കാൾസൺ പറഞ്ഞിരുന്നു സൗദി അറേബ്യയിൽ മൊസാദാണ് ആക്രമിച്ചത്, അവിടെ 2 പേർ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത്. അത് ഇപ്പോഴും വെരിഫൈ ചെയ്യാത്തൊരു വിവരമാണ്. ഇന്ന് പുറത്തു വന്നൊരു വാർത്ത, സൈപ്രസിലെ UK ബേസ് ആക്രമിച്ച ഡ്രോൺ ഇറാൻ്റേതല്ല എന്ന് UK സ്ഥിരീകരിച്ചു. അതായത് സൈപ്രസ് തൊട്ടടുത്തുള്ള മെഡിറ്ററേനിയൻ സമുദ്രത്തിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് സൈപ്രസിൻ്റെ വേറൊരു പ്രശ്നം വെച്ചാൽ അത് വളരെ പൊളിറ്റിക്കലി വൾണറബിൾ ആയിട്ടുള്ളൊരു രാജ്യമാണ്. അതിൻ്റെ കാരണം അവിടെ നേരത്തെ ഒരു കൂ നടക്കുകയും ഗ്രീസും തുർക്കിയും തമ്മിൽ അവിടുത്തെ ഭൂപ്രദേശങ്ങൾ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. അതിൻ്റെ വടക്കൻ ഭാഗം ഇപ്പോഴും തുർക്കി നിയന്ത്രണത്തിലാണ്, ബാക്കി ഭാഗമാണ് സൈപ്രസ് എന്ന സ്വന്തം രാഷ്ട്രമുള്ളത്. അപ്പോൾ സൈപ്രസിൽ ബ്രിട്ടൻ്റെ ഒരു സൈനിക താവളമുണ്ട്. ആ സൈനിക താവളത്തിലേക്ക് ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നു. ആ ഡ്രോൺ ഇറാൻ്റേതല്ല, ആരുടേതാണെന്ന് പറയുന്നത് ഇറാൻ്റേതല്ല എന്ന് UK സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അത് ആരുടേതാണ്? ആർക്കാണ് സൈപ്രസിലെ UK ബേസിലേക്ക് ഡ്രോൺ അയച്ചുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുക? വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും, ഇസ്രായേലിനാണ്. എന്തിനാണ് ഇസ്രായേൽ അത് ചെയ്യുന്നത്? കാരണം UK ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ, ഇപ്പോൾ നാറ്റോയുടെ തലവൻ എന്ന് പറഞ്ഞാൽ പഴയ നെതർലാൻഡ്സിൻ്റെ പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ സഖ്യകക്ഷികൾ അമേരിക്കയോടൊപ്പം ഉണ്ട്, ഇത്രയും വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ ട്രംപ് നന്ദി പറയുകയും ചെയ്തു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാറ്റോ രാജ്യമാണ് സ്പെയിൻ. ഞങ്ങളുടെ ബേസിൽ നിന്നും ഒരു പരിപാടി നടക്കില്ല എന്ന് സ്പെയിൻ പറഞ്ഞിരുന്നു. ബ്രിട്ടൻ ഈ പിന്തുണ നൽകാത്തതിന് പേരിൽ ട്രംപും ബ്രിട്ടനും തമ്മിൽ അടിയാണ്. അപ്പോൾ ബ്രിട്ടൻ ഈ യുദ്ധത്തിലില്ല. കാരണം ബ്രിട്ടൻ യുദ്ധത്തിലില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചൊരു നാണക്കേടാണ്. അതിൻ്റെ കാരണം ബ്രിട്ടൻ്റെ ഇതിനു മുമ്പുള്ള എല്ലാ അധിനിവേശങ്ങളിലും അന്ന് ടോണി ബ്ലെയർ ആയിരുന്നു പ്രധാനമന്ത്രി, കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറാഖ് അധിനിവേശമാണെങ്കിലും അഫ്ഗാൻ അധിനിവേശമാണെങ്കിലും അമേരിക്കയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന രാജ്യമാണ് ബ്രിട്ടൻ. പക്ഷേ ഇറാനെതിരെ ബ്രിട്ടൻ ഇല്ല എന്നുള്ളത് അമേരിക്കയെ നാണക്കേടാണ്. അപ്പോൾ ബ്രിട്ടനെ കൂടി ഇതിലേക്ക് ഇറക്കണം എന്ന ആരുടെ ആവശ്യമാണ്? അത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അമേരിക്കയുടെ പോലും ആവശ്യമല്ല, ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇറാൻ ചെയ്യുന്നു എന്ന പേരിൽ ഇറാൻ്റെ സഹോദര രാഷ്ട്രങ്ങളെയും സുഹൃത്ത് രാഷ്ട്രങ്ങളെയും ഒക്കെ ഇസ്രായേൽ തന്നെ ആക്രമിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, അമേരിക്കയുടെ ഒപ്പം നിൽക്കാത്ത അമേരിക്കയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളെ ഇസ്രായേൽ തന്നെ ആക്രമിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആരുടെ യുദ്ധമാണ്? ഇത് ഇസ്രായേലിൻ്റെ യുദ്ധമാണ് എന്ന് ഓരോ ദിവസവും തെളിയുകയാണ്. ഇനി ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാനെ അവിടെ റെഷീം ചേഞ്ച് മാത്രമല്ല,
അവിടുത്തെ ഭരണകൂടം മാറുക എന്നത് മാത്രമല്ല, കാരണം ഇറാനിൽ ഇപ്പോൾ ഒരു ജനാധിപത്യ ഭരണകൂടം വരികയാണെന്ന് കരുതുക. ഈ ഖുമൈനിമാരുടെ ഭരണം മാറി, ഈ മുല്ലാമാരുടെ ഭരണം മാറി, അവിടെ ഒരു നമ്മൾ സാധാരണ ഒരു ആധുനിക ജനാധിപത്യ റിപ്പബ്ലിക്കായി എലക്ട് ചെയ്ത് ഇറാൻ മാറി കഴിഞ്ഞാൽ ഇറാൻ ആക്രമിക്കുകയായിരിക്കുമോ? ഇല്ല. അപ്പോഴായിരിക്കും കൂടുതൽ ആക്രമണം ഉണ്ടാവുക. കാരണം ഇസ്രായേലിന് ചുറ്റുമുള്ള ഒരു രാജ്യങ്ങളിലും ഒരു എലക്റ്റഡ് ഡെമോക്രസി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. ഇപ്പോൾ ഇസ്രായേലിനെ പറ്റി പറയാം മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ജനാധിപത്യ രാജ്യം എന്നാണ്. നമുക്കറിയാം തൊട്ടടുത്ത് ഈജിപ്റ്റ് ഇസ്രായേലിൻ്റെ അയൽരാജ്യമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അവിടെ ഒരു പോപ്പുലർ അപ്രൈസിംഗ് ഉണ്ടാവുകയും അവിടെയുള്ള ഏകാധിപതി ഹുസ്നി മുബാറക്കിനെ താഴെ ഇറക്കുകയും അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, മുഹമ്മദ് മുർസി. അയാളെ മാസങ്ങൾക്കുള്ളിൽ അയാളെ അട്ടിമറിച്ച് വീണ്ടും പട്ടാള ഭരണകൂടം സ്ഥാപിച്ചു. ഇസ്രായേലിനൊരു പ്രശ്നമല്ലോ. എന്തുകൊണ്ട് ഇസ്രായേൽ പറയുന്നില്ല ഞങ്ങളുടെ തൊട്ടടുത്ത രാജ്യത്ത് ജനാധിപത്യം വേണം, അവിടെ മുർസിയെ താഴെ ഇറക്കാൻ പാടില്ല, മുർസിയെ താഴെ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അവിടെ ജനാധിപത്യം കൊണ്ടുവരണം, അവിടെ ഒരു ജനങ്ങളുടെ ഭരണം ഇസ്രായേൽ എപ്പോഴും പറയാറുണ്ട്. അമേരിക്ക പറയാറുണ്ടോ? ഒബാമയുടെ കാലത്ത് അത് നടന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ശത്രു രാജ്യങ്ങളെന്ന് ഇസ്രായേൽ കരുതുന്ന രാജ്യങ്ങളെ, അതിൻ്റെ സമീപ രാജ്യങ്ങളിലൊന്നും ജനാധിപത്യം വരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ ഇറാനിൽ ഒരു ജനാധിപത്യ സർക്കാരിനെ കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിക്കുമോ? ശ്രമിച്ചാൽ ഇസ്രായേൽ സമ്മതിക്കുമോ? ഇല്ല. ഇസ്രായേൽ ശ്രമിക്കുന്നത്, ഇസ്രായേലിൻ്റെ ഒരു സിയോണിസ്റ്റ് പ്രൊജക്റ്റ് ഉണ്ട്. അത് യൂഫ്രട്ടീസ് മുതൽ നൈൽ വരെ പരന്നു കിടക്കുന്ന അതിവിശാലമായ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പ്രൊജക്റ്റ്. അപ്പോൾ ആ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന പോലെ ഈജിപ്ഷ്യൻ റിവറിനും യൂഫ്രട്ടീസിനും ഇടയ്ക്കുള്ള ഭൂപ്രദേശം എന്നാണ്. പക്ഷേ സിയോണിസ്റ്റ് പ്രൊജക്റ്റിൽ അവിടെ കൊണ്ടൊന്നും തീരില്ല. അത് ഇങ്ങ് സൗദി അറേബ്യ മുതൽ ഇറാൻ വരെ പരന്നു കിടക്കുന്ന വലിയൊരു രാജ്യമാണ്, വലിയൊരു സാമ്രാജ്യമാണ്. അതാണ് യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി അവർ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏറ്റവും സഹായകരമാവുന്ന രീതിയിൽ നമ്മളിപ്പോൾ പറയുന്ന GCC എന്ന് പറയുന്ന രാജ്യങ്ങളിലൊന്നും ജനാധിപത്യമില്ല, അവിടെയൊക്കെ മൊണാർക്കാണ്. അബ്രഹാം അക്കൗണ്ടിൽ ഒപ്പുവെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട GCC രാജ്യങ്ങളെ കൂടെ നിർത്തുന്നു. അവരെ ആരും ഇസ്രായേലിനെതിരെ സംസാരിക്കാത്ത രീതിയിൽ, അങ്ങനെ ഒരു വലിയൊരു ആൻറ്റി ഇസ്രായേൽ നിലപാടുള്ള ആൾക്കാരല്ല GCC രാജ്യങ്ങൾ. ഇനി അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ, റെട്ടറിക്കലായിട്ട് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ആളുകൾ, അതിപ്പോൾ ഇറാഖിലെ സദ്ദാം ഹുസൈൻ ആണെങ്കിൽ അമേരിക്കയെ കൊണ്ട് അവിടെ WMD ഉണ്ട്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് UN ജനറൽ അസംബ്ലി ഒരു 10-100 പ്രാവശ്യം പറഞ്ഞിട്ടാണ് അമേരിക്കയെ കൊണ്ട് അവിടെ പോയിട്ട് അയാളെ അവിടെ ഇല്ലാതാക്കുക. ഗദ്ദാഫിയെ മാറ്റുക, സിറിയയിൽ ബഷാർ അൽ അസദ് അയാളെ തീർക്കുക. അങ്ങനെ ഓരോരുത്തർ തീർത്ത് ഇസ്രായേലിൻ്റെ പിണിയാളുകളായ ഭരണാധികാരികളോട് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ ബാക്കിയുള്ളതിന് ഉള്ളത് ഇറാനിൽ മാത്രമാണ്. കാരണം വെച്ചാൽ ലെബനോനിൽ ഹിസ്ബുള്ളയുണ്ട്, പക്ഷേ ലെബനോൻ ഭരിക്കുന്നത് വേറൊരു തരം സർക്കാരാണ്, അവിടെ ജനാധിപത്യ സർക്കാരാണ്. ആ സർക്കാരിന് ഇസ്രായേലിനോട് ഈ ഹിസ്ബുള്ളയ്ക്കുള്ള എതിർപ്പില്ല. ഹിസ്ബുള്ളയ്ക്കുള്ള അത്ര എതിർപ്പ് ലെബനാനിലില്ല. നിങ്ങൾ ആ ഏത് രാജ്യവും എടുത്ത് നോക്കിയോ, ഇസ്രായേലിനോട് എതിർപ്പുള്ള ആരൊക്കെയുണ്ടോ അവരെയൊക്കെ വീഴ്ത്തിയിട്ടുണ്ട്, അവരെയൊക്കെ തീർത്ത് ഇസ്രായേലിന് ആവശ്യമായ ഭരണാധികാരികളെ വെച്ചിട്ടുണ്ട്. ആകെ ഇനി മാറാനുള്ള ഇറാൻ മാത്രമാണെങ്കിൽ ഇറാനിലെ റെജീം ചേഞ്ച് ഇസ്രായേലിൻ്റെ അനിവാര്യമായ ആവശ്യമാണ്. പക്ഷേ ആ റെജീം ചേഞ്ച് എങ്ങനത്തെ ചേഞ്ച് വേണം? ഒരു ഇസ്രായേൽ പപ്പറ്റിനെ തന്നെ അവിടെ വയ്ക്കണം. അതിന് പറ്റിയ ആളാണ് റിസാ ഷാ പഹ്ലവി. പക്ഷെ അത് ഇവിടെ ആപ്ലിക്കബിൾ ആവില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇറാനെ വെട്ടിമുറിക്കുക, 3-4 വർഷങ്ങളാക്കുക. അതിനിപ്പോൾ കുർദുകൾക്ക് ഒരു രാജ്യം കൊടുത്തുകൊണ്ടോ ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം കൊടുത്തുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഇറാനെ വെട്ടിമുറിച്ചാൽ മതി. പക്ഷേ ഇതൊന്നും വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ പ്ലാൻസാണ്. ഇതിപ്പോൾ ഇസ്രായേലിൻ്റെയും അതുപോലെ പെൻറ്റഗണിൻ്റെയൊക്കെ പ്ലാനിൽ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും പ്രായോഗികമായി നടക്കാൻ പറ്റുന്നൊരു ടെറൈനോ ജോഗ്രഫിയോ ഒരു മിലിറ്ററി സംവിധാനമോ ഒന്നും അല്ല ഇറാൻ എന്ന് പറയുന്നത് ഇറാഖോ ഈജിപ്റ്റോ സിറിയയോ ലെബനാനൊന്നും അല്ല. ഇറാൻ വേറെ തന്നെ ഒരു രാജ്യമാണ്, വേറെ തന്നെ കൾച്ചറാണ്. അവിടുത്തെ ജനങ്ങൾ തന്നെ വേറെയാണ്. നമ്മൾ ഇന്നലെ സംസാരിച്ചു ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഇറാൻ്റെ നിലവിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ജനാധിപത്യ രീതിയാണെന്ന് പറയാൻ കഴിയില്ല. അവിടെ മൾട്ടി പാർട്ടി സംവിധാനമൊന്നുമില്ല. അതായത് ഇറാൻ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കുന്ന, അതായത് ഇറാൻ കോൺസ്റ്റിറ്റ്യൂഷനാണല്ലോ ഇപ്പോഴത്തെ അവിടുത്തെ ഭരണ സംവിധാനം. അത് പരിമിതമായ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന പാർട്ടികൾക്ക് മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ. പിന്നെ പാർട്ടികളല്ല അവിടെ മത്സരിക്കുന്ന വ്യക്തികളാണ്. പാർട്ടികൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. 2 ചിന്താധാരകളാണ് അതിനകത്തുള്ളത്. ഒന്ന് റിഫോമിസ്റ്റും ഒന്ന് ഓർത്തഡോക്സും. ഓർത്തഡോക്സ് ആശയമുള്ള ആളുകൾക്കാണ് എപ്പോഴും ഗാർഡിയൻ കൗൺസിലിൻ്റെയും സുപ്രീം ലീഡറുടെയും പിന്തുണയുണ്ടാവുക. അവർക്കാണ് അതിലേക്ക് മത്സരിച്ച് കയറി വരാൻ കഴിയുക. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എന്ന് കരുതി റിഫോമിസ്റ്റുകൾക്ക് തീരെ വരാൻ കഴിയില്ല എന്നില്ല. റിഫോമിസ്റ്റുകളായ ധാരാളം പ്രസിഡന്റുമാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംവിധാനം മാറണം എന്ന് ഇറാൻ്റെ ജനങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ എണ്ണം നമുക്കറിയില്ല, അതിൻ്റെ കൃത്യമായ സമയം നമുക്കറിയില്ല. ഇങ്ങനെയല്ല ഒരു ഇറാൻ എന്ന രാജ്യം മുന്നോട്ട് പോകേണ്ടത്. പുരോഗമനം എന്നല്ല, ഈ മുല്ലമാരല്ല ഭരിക്കേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെൻറ്റ് ഭരിക്കണം. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് മുകളിൽ മറ്റൊരു അതോറിറ്റി പാടില്ല എന്നാഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരാണ് ഈ തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു സംവിധാനത്തെ ആര് മാറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അമേരിക്ക വന്ന് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ
അമേരിക്ക ഇറങ്ങി ബോംബ് ഇട്ടിട്ട് മാറ്റാൻ കഴിയുന്ന കാര്യമല്ല അത് ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രൊട്ടസ്റ്റോ ഒരു റവല്യൂഷനോ ഉണ്ടായി അവർ തന്നെ മാറ്റേണ്ട ഒരു കാര്യമാണ്. അതിന് പകരം മോളിത് ബോംബ് ഇട്ടത് ഞങ്ങൾ ഡെമോക്രസി കൊണ്ടുവരുന്നു, മാറി നിന്നോ എന്ന് പറഞ്ഞിട്ട് ബോംബ് ഇട്ടിട്ടല്ല ഡെമോക്രസി കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഡെമോക്രസി കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ കൊണ്ടുവന്ന എല്ലായിടത്തും കയോസാണ് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരിടത്ത് പോലും ആ പരീക്ഷണം വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇറാനെക്കുറിച്ചുള്ള US-ൻ്റെയും ഇസ്രായേലിൻ്റെയും പ്ലാനുകൾ വ്യത്യസ്തമാണ്. അത് ഇസ്രായേലിൻ്റെ പ്ലാനാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. അത് അമേരിക്കക്കാർ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നും അമേരിക്കയിലെ ഏറ്റവും ചൂടേറിയ ഡിബേറ്റ് ഈ യുദ്ധം ആരുടെ യുദ്ധമാണ്, ഇത് ആരുടെ യുദ്ധമാണെന്ന ചോദ്യമാണ് ട്രംപ് അഭിമുഖീകരിക്കുന്നത്. ട്രംപ് മീഡിയയുടെ മുമ്പിൽ ഇപ്പോൾ അധികം വരുന്നില്ല. ഇത് ആരുടെ യുദ്ധമാണെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്ര നാൾ നീളും എന്ന ചോദ്യത്തിനും പെട്ടെന്നൊരു ഉത്തരവില്ല. അതാണ് ജിമ്മി. നോക്കൂ, ഈ അമേരിക്കയിൽ ഉൾപ്പെടെ ഇപ്പോൾ അജംസ് പറഞ്ഞതുപോലെ ഇത് ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു? നെതന്യാഹുവിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക യുദ്ധത്തിനിറങ്ങുകയാണ്. അമേരിക്കയുടെ ഫണ്ട് പോകുന്നു, അവിടെയുള്ള നികുതി പണം ഉപയോഗിക്കുന്നു, അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, സൈന്യം ഉപയോഗിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഇത് തിരിച്ചറിഞ്ഞ് ട്രംപ് തന്നെ പിൻവാങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, യുദ്ധം ആര് തുടങ്ങി, എന്തിനു തുടങ്ങി, അതൊന്നും ഇനി പ്രസക്തി, ഇത് എന്ന് തീരും എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചുള്ള യുദ്ധം നമ്മുടെ പടിവാതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് തൊട്ടപ്പുറത്താണ് ഒരു കപ്പൽ മുങ്ങിയത്. രണ്ടാമത്തെ കപ്പൽ ബുഷാർ എന്ന് പറഞ്ഞ കപ്പൽ ശ്രീലങ്കയുടെ തീരത്തെ അടുത്ത് അവരുടെ പോർട്ടിലേക്ക് അനുമതി കാത്തു കിടക്കുകയാണ്. സത്യത്തിൽ പോയ കപ്പലാണ്. അതെ, അതായത് സത്യത്തിൽ ഇന്ത്യൻ നാവികാഭ്യാസത്തിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളും വരുമ്പോൾ അതിൻ്റെ ഭാഗമായി ഇറാൻ്റെ ഒരു സംഘമുണ്ടായിരുന്നു. 3 കപ്പലുകളുണ്ടായിരുന്നു. അതിലൊരു കപ്പലാണ് മുങ്ങിയത്. രണ്ടാമത്തെ കപ്പലാണ് ബുഷാർ എന്ന് പറഞ്ഞ കപ്പൽ. ഇപ്പോൾ ശ്രീലങ്കയുടെ തീരത്തേക്ക് അടുക്കാനുള്ള അനുമതി കാത്തു കിടക്കുന്നത്. ഒരു കപ്പൽ കൂടിയുണ്ട്. ആ കപ്പൽ കണ്ടെന്നും ഇല്ലെന്നൊക്കെയുള്ള പല വാർത്തകളൊന്നും മുക്കിയോ ഇല്ലയോ നമുക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ യുദ്ധത്തിൻ്റെ സെക്കൻഡ് തിയേറ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നമ്മുടെ വീടിനകത്തേക്കും കയറി കഴിഞ്ഞു. എങ്ങനെയാണ്? ഇപ്പോൾ ഖത്തറിലെ ഏറ്റവും വലിയ LPG കമ്പനി ഫോഴ്സ് മജേർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫോഴ്സ് മജേർ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്ക് കൃത്യമായി LPG തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കരാർ പ്രകാരം പലതും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകാം. അതൊന്നും ഇനി ചെയ്യാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട LPG ഗ്യാസ് തന്നുകൊണ്ടിരുന്ന ഖത്തർ ആ പരിപാടി നിർത്തുകയാണ്. നമ്മുടെ 50% LPG വരുന്ന സ്ഥലമാണ് ഈ ഖത്തറിലെ അവരുടെ കമ്പനി എന്ന് പറയുന്നത്. ചൈനയുടെ ഏതാണ്ട് 22%. അങ്ങനെ ഏഷ്യയിലെ ഒരുപാട് രാജ്യങ്ങളിൽ വലിയ ഊർജ്ജ പ്രതിസന്ധി, അതായത് യുദ്ധം അവിടെ ഇറാനിലെ സ്ഥലങ്ങൾ മാത്രമല്ല നമ്മുടെയൊക്കെ ദൈനംദിന ബില്ലുകളിലേക്ക് കയറാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ യുദ്ധം, നമ്മുടെ വീടുകളിൽ അതിൻ്റെ പ്രകമ്പനം, അങ്ങനെ ലോകവ്യാപകമായ അതിൻ്റെ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ യുദ്ധത്തിൻ്റെ വേറൊരു രീതിയിലേക്ക് പോകുമ്പോൾ, ഈ അടിപിടി നടക്കുമ്പോൾ ഖത്തറിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. നമ്മളത് കണ്ടു. അത് അവരുടെ UK-യുടെ US-ൻ്റെ ഒരു കപ്പൽ അവിടെ ഉണ്ട്, അതാണെന്ന് പറഞ്ഞു. അതിനുശേഷം തുർക്കിയെ ആക്രമിച്ചു. എന്താണ് ലോജിക്ക് നമുക്കറിയില്ല. തുർക്കിക്കെതിരെ ഒരു ബാലിസ്റ്റിക് മിസൈൽ വരുന്നു, ആ ബാലിസ്റ്റിക് മിസൈലിനെ അടിച്ചിടുന്നു എന്ന് പറയുന്നത്. അപകടം എന്താണെന്ന് വെച്ചാൽ തുർക്കി NATO സഖ്യത്തിൽപ്പെടുന്നതാണ്. NATO സഖ്യത്തെ ഒരു രാജ്യം ആക്രമിച്ചാൽ ബാക്കിയുള്ള 32 രാജ്യങ്ങളും തിരിച്ചടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. എന്ന് വെച്ചാൽ ഇറാൻ പുതിയൊരു ശത്രുക്കൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോഴാണ് മറ്റൊന്ന് അസർബൈജാനിൽ ഒരു ഡ്രോൺ വന്ന് പൊട്ടുന്നു. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണെങ്കിൽ ഒരു ചെറിയ രാജ്യമാണ്. ഇസ്രായേലുമായി ചെറിയ സൈനിക സഖ്യമൊക്കെ ഉണ്ടെങ്കിലും ഈ യുദ്ധത്തിൽ അവർ പാർട്ടിയെയല്ല, അവിടെ നിന്നൊന്നും ഇങ്ങോട്ടും വരുന്നില്ല, ഇവിടെ നിന്നും അങ്ങോട്ടും പോകുന്നില്ല, അങ്ങനെ ഇരിക്കെ അടിക്കുന്നു. അസർബൈജാൻ ഇറാൻ ആക്രമിക്കുന്ന 8ാമത്തെ രാഷ്ട്രമായി നിൽക്കുകയാണ്, സ്റ്റാർട്ടിങ് ഫ്രം ഇസ്രായേൽ. അപ്പോൾ ഈ യുദ്ധം എങ്ങോട്ടൊക്കെയോ പോവുകയാണ്. പലതരം കഥകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതായത് ഇറാൻ്റെ സർക്കാരുമായുള്ള നേരിട്ടുള്ള ബന്ധം സൈന്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. യുദ്ധം വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു രീതി അനുസരിച്ച് ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ കയ്യിലാണ് ഇതിൻ്റെ മുഴുവൻ നിയന്ത്രണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ സൈന്യമല്ല IRGC എന്ന് പറയുന്നത്, വേറൊരു സംവിധാനമാണ്. അവർക്കൊരു വേറൊരു കോഡാണ്. അവർ ആൻസർ ചെയ്യുന്നത് സുപ്രീം കൗൺസിലിനും അതിൻ്റെ മുകളിലുള്ള ആയത്തുള്ളയ്ക്കുമാണ്. അവർ വേറെന്തോ രീതിയിൽ ചെയ്യുകയാണോ അതായത് നാറ്റോയെ ശത്രുവാക്കുന്ന 8 രാജ്യങ്ങളെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്തെ ആക്രമിക്കുന്ന എന്താണ് ഇതിൻ്റെ യുക്തി? പല യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ വിമതരെ ഒതുക്കുന്നതാവാം ലക്ഷ്യം. പക്ഷേ ഇറാൻ ഇത് താങ്ങാൻ പറ്റുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇറാൻ ഇത് താങ്ങാൻ പറ്റുമോ? 8 രാജ്യങ്ങൾ, പലവിധ യുദ്ധമുഖങ്ങൾ. ഇതെങ്ങനെ ഈ യുദ്ധം ഇറാൻ സർവൈവ് ചെയ്യും നമുക്കറിയില്ല. ഒരു പക്ഷേ ഒരു സൂയിസൈഡ് മിഷനിലേക്കാണോ IRGC പോകുന്നത്? അങ്ങനെയാണെങ്കിൽ GCC ഭസ്മമായി പോകും. ആ രീതിയിലേക്ക് വേണമെങ്കിൽ പോകും. സൂയിസൈഡ് മിഷനുകൾ എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല. അതായത്
ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന ആക്രമണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു ഖത്തറിനടുത്ത് വെച്ച്. അത് ഭൂമിയിൽ നിന്ന് വെറും 80 അടി താഴ്ചയിൽ പൊക്കത്തിൽ മാത്രം പറന്നുപോയ 2 വിമാനങ്ങളാണ്. ലക്ഷ്യസ്ഥാനത്തിന് 2 മിനിറ്റ് ദൂരെ വെച്ചാണ് അവസാനം ഈ പ്ലെയിനുകളെ കണ്ടുപിടിക്കുന്നതും തകർക്കുന്നു. അപ്പോൾ അത്രയും വലിയ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് പോകുന്നത്. അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഭയങ്കര സൂയിസൈഡൽ മിഷനുകൾ തുടങ്ങിക്കഴിഞ്ഞു ഇറാൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിന് ഇത്തരം പ്ലെയിനുകളെ കണ്ടുപിടിക്കാനാവില്ല എന്നതും ഇറാൻ അറിയാം എന്നിപ്പോൾ മനസ്സിലാകുന്നു. ചുരുക്കത്തിൽ ഒരു ഫൈറ്റ് ടു ദ ഫിനിഷ് എന്നതിലേക്ക് ഞങ്ങൾ മുങ്ങും നിങ്ങളെയും മുക്കുന്നു എന്ന രീതിയിലേക്ക് ഇറാൻ്റെ സൈനിക സന്നാഹം, ഇറാൻ്റെ IRGC എന്ന് പറയുന്ന വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള സംഘം അവർ നീങ്ങുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതമാണ്. ഇതൊന്ന്. 2, ഇതിൽ നിന്ന് ലോകം പഠിച്ച പാഠം എന്താണ്? ബുഷിൻ്റെയും നെതന്യാഹുവിൻ്റെയും പുതിയ ലോകക്രമത്തിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് ഒരു പുതിയ ഗൈഡ്, എ ഗൈഡ് ടു സർവൈവ് ഇൻ ദ ട്രംപ്സ് വേൾഡ് എന്ന് പുതിയത് എഴുതേണ്ടി വരും. 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അണുവായുധം വേണം. എന്താ നോർത്ത് കൊറിയ തൊടാത്തത്? നോർത്ത് കൊറിയ പണ്ടേ അണുവായുധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓരോ കാലത്തും ഓരോരോ അമേരിക്കൻ പ്രസിഡന്റുമാരുമായി ചേരുകയും അവരുമായി സന്ധി ചെയ്യാൻ ശ്രമിക്കുകയും അവരുടെ അനുനയങ്ങളിൽ വീഴുകയും GCC രാജ്യങ്ങളുടെ ഇടനിലയ്ക്ക് വഴങ്ങുകയും ചെയ്ത് ഇറാൻ ഈ പരിപാടി എവിടെയോ വെച്ച് സ്ലോ ആക്കി പോയതുകൊണ്ടാണോ ഇപ്പോൾ കയ്യിലൊരു അണുവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഇറാനെ തൊടില്ലായിരുന്നു? മറ്റൊന്ന്, ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വലിയ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ കേട്ടൊരു കാഴ്ചയാണ്, എത്രയും പെട്ടെന്ന് ഇസ്രായേലിൻ്റെ നോർത്തേൺ ഫ്രണ്ടിൽ ഒരു പുതിയ പോർമുഖം തുറക്കണം. ഹിസ്ബുള്ളയെ ഫണ്ട് ചെയ്യുന്ന ഇറാനാണെന്നറിയാം. ഇറാനും ചേർന്നൊരു നോർത്തേൺ ഫ്രണ്ടിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കണം എന്ന് അന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ദാറ്റ് പ്രൂവ്ഡ് കോസ്റ്റ്ലി. ഒരു തത്വദീക്ഷയുമില്ലാതെ അടിക്കുന്ന ഇസ്രായേലിനോടും അതുപോലെ തന്നെ അമേരിക്കയോടും നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പഴയ ലോകക്രമത്തിൻ്റെ, പഴയ മാനം മര്യാദകളുടെ, പഴയ കീഴ്വഴക്കങ്ങളുടെ യാതൊരു കാര്യങ്ങൾക്കും പ്രസക്തിയില്ലെന്ന് തെളിയുകയാണ്. സ്വന്തമായി അണുവായുധം ഉണ്ടായിരുന്നെങ്കിൽ, ഇറാൻ വല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് ഇറാനെ അടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി ഉണ്ടാവുമായിരുന്നില്ല എന്ന് ഇറാൻ തിരിച്ചറിയുന്നു. അപ്പോൾ ഇങ്ങനെ തിരിച്ചറിയുന്ന എത്രയോ രാജ്യങ്ങളുണ്ടാവും. ആ രാജ്യങ്ങളൊക്കെ അവരുടെ ഡിഫൻസ് മെക്കാനിസം മാറ്റുകയാണ്. സമാധാനപരമായ ചർച്ചയോ ഇപ്പോൾ ഒപ്പിടാന്ന് പറഞ്ഞ തലയിൽ പുറയുന്ന കത്തികയറ്റുന്ന ഒരു സംവിധാനമുള്ള നാട്ടിൽ ഇനി സമാധാന ചർച്ചകൾക്കും ഡിപ്ലോമസിക്കും ഒരു വിലയുമില്ലാത്ത കാലമാണ് വരുന്നത്. രാജ്യങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസമില്ലാത്ത, കരാറുകൾക്കും അന്താരാഷ്ട്ര കീഴ്വഴക്കങ്ങൾക്കും യാതൊരു വിലയുമില്ലാത്ത പുതിയ ഒരു ലോകക്രമം, അതിലേക്ക് കൂടിയാണ് നമ്മൾ നടന്നെടുക്കുന്നത്. എന്ന് വെച്ചാൽ നാളെ പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും ഒക്കെ ഈ പുതിയ ലോകക്രമത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ പോകുന്നവരാണ്. ചർച്ചയ്ക്കൊന്നും ഇനി ഒരു വിലയുണ്ടാവില്ല കേട്ടോ. എന്തും നടക്കും. ആര് ചോദിക്കാൻ? ഇപ്പോൾ വെനിസ്വേലയുടെ ഒരു രായ്ക്ക് രാമാനം പ്രസിഡൻറ്റിനെ മാത്രമല്ല ഭാര്യയെയും പിടിച്ചുകൊണ്ട് പോയി. ആരെങ്കിലും ചോദിച്ചു ഈ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകേണ്ടതിൻ്റെ യുക്തി എന്താ? അത് ഞങ്ങൾ കൊണ്ടുപോയി, അത് ഞങ്ങളുടെ ഇഷ്ടം. അത് കഴിഞ്ഞ് ഇറാനിൽ പോയി യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ രാഷ്ട്രത്തലവൻ്റെ, UN അംഗീകരിച്ച രാജ്യമാണ്, അതിൻ്റെ തലവനാണ് രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത്. അയാളുടെ വീട്ടിൽ അയാളുടെ തലക്കൂടെ ബോംബിടുക, ആര് ചോദിക്കാൻ? അപ്പോൾ ലോകക്രമത്തെ മാറ്റിക്കഴിഞ്ഞു. യുക്തിയില്ലാത്ത, യാതൊരു തരത്തിലുള്ള സിവിലൈസ്ഡ് രീതികളും ഇല്ലാത്തൊരു പുതിയ ലോകത്ത് എല്ലാവരും പരസ്പരം അവിശ്വസിക്കുന്ന, എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്ന കാലം. എല്ലാവരും അനുഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയമായിരിക്കും. അതാണ് ഈ യുദ്ധത്തിൻ്റെ, ആര് ജയിച്ചാലും ആര് തോറ്റാലും ഈ യുദ്ധത്തിൻ്റെ എൻഡ്. ഒരു പക്ഷേ നമ്മൾ വളരെ വലിയ യുദ്ധങ്ങളുടെ ഒരു തുടക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ രീതിയിൽ ലോക സാമ്പത്തിക ക്രമം മാറുന്നത് അപകടകരമാണ്. ആരുടെ മേലും എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നടക്കാവുന്ന ഒരു സാഹചര്യം. നോക്കൂ, ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ കൈവശം ആവശ്യത്തിന് എണ്ണയുണ്ടെന്നൊക്കെ രാജ്യം പറയുന്നുണ്ട്. അതൊക്കെ അധികം വൈകാതെ തീരും ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ. അപ്പോൾ എണ്ണവില ഉയരും, അത് നമ്മുടെ വീടുകളിലേക്ക് എത്തും. അതിൻ്റെ പ്രതിഫലനം ഇറക്കുമതിയെ, കയറ്റുമതിയെ ഒക്കെ ബാധിക്കും. അപ്പോൾ വില വർധനവുണ്ടാകും. ആ രീതിയിൽ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കാൻ പോകേണ്ടി വരും. അപ്പോൾ എന്ന് ഈ യുദ്ധം അവസാനിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല. അതിന് ട്രംപ് തന്നെ വിചാരിക്കേണ്ടി വരും.